കിഴക്കൻ അട്ടപ്പാടിയിലെ ഷോളയൂരിൽ സ്ഥിതി ചെയ്യുന്ന അവസാനത്തെ ഊരാണ് ഈ കാണുന്ന മൂലങ്കൽ ഊര്. ഈ മൂലങ്കൽ ഊരിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഏകദേശം 500-ലധികം വർഷം പഴക്കമുള്ള ഒരു അമ്പലം തേടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ മൂപ്പനാണ് ഇന്നത്തെ നമ്മുടെ വഴികാട്ടി. എത്ര കൊല്ലം പഴക്കമുണ്ട് മൂപ്പ അമ്പലം? ഈ അമ്പലം മേലത്തെ ഭൂമി തുടങ്ങിയ കാലം തൊട്ടുണ്ട്. ഇതിന്റെ പേരെന്താ ശരിക്കും? ഇത് പേര് രാമർ കോവിൽ. എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഊരിന്ന്? ഇതിന്റെ 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ നടക്കാനുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. വരാൻ 10 കിലോമീറ്റർ, പോകാനും 10 കിലോമീറ്റർ. മേലെ എന്തൊക്കെയുണ്ട് കാണാൻ? മേലെ സോല കാണും, പിന്നെ കുരങ്ങ് കാണും, പിന്നെ മറ്റത് കരടി എങ്ങനെയാ അതെല്ലാം ഒന്ന് ഇപ്പത്തിന് ശരിക്കില്ല, പുലിയില്ല. പിന്നെ ഈ ഇടക്കട എന്ന് പറഞ്ഞത് ചെറിയ നരി അത് ഇരിക്കും, അത് നമുക്ക് കണ്ണ് കാണില്ല. ശരി, അപ്പോൾ പോവാം. പോവാം. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള അമ്പലമാണിതെന്നാണ് പഴമക്കാർ നമ്മളോട് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പുറമെയുള്ള അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു അമ്പലമാണിത്. നമുക്കെന്തായാലും ചുറ്റും കാടാണ്. ഒരു സൈഡിൽ തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതായത് വെള്ളമൊന്നുമില്ല, പണ്ടെന്തോ കാലത്ത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോടാണ്. ഇപ്പോൾ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. ഫുള്ള് കാടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഘോരമായ വനങ്ങളും മരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഫുള്ളും ഈ എന്താ ഞാൻ പറയുക, പാറക്കഷ്ണങ്ങളുടെ ഒരു ഭയങ്കരമായൊരു നിധി പോലെയുള്ള ഒരു ശേഖരണമാണ് ഈ കാട്ടിലുള്ളത്. എവിടെ നോക്കിയാലും ഭീമാകാരമായ പാറകളാണ് ചുറ്റും. മൂപ്പം പറഞ്ഞതനുസരിച്ച് ഏകദേശം 20 കിലോമീറ്ററാണ് മേലേക്കും താഴേക്കും കൂടി നമ്മൾ നടക്കേണ്ട ദൂരം. അത് പോരാഞ്ഞിട്ട് മൂപ്പനാണെങ്കിൽ നമ്മളെക്കാളിലും സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെത്ര ശ്രമിച്ചാലും മൂപ്പൻ്റെ അത്ര എത്താൻ പറ്റുന്നില്ല. ഇവിടെ മുതൽ നമ്മുടെ പ്രകൃതി അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് മാറുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്ര നേരം കണ്ടത് ഫുള്ള് പാറക്കഷ്ണങ്ങളായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമ്മളിപ്പോൾ ഫുള്ള് കാണുന്നത് പുൽമേടുകളാണ്. അതായത് ലെമൺ ഗ്രാസ് ഓയിൽ, അതായത് നാരങ്ങപ്പുല്ല്, ഈ തൈലം ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു തരം പുല്ലാണ്. അതിൻ്റെ ഒരു കൂമ്പാരമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നടന്നു കയറിയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന ആ മലകളാണ് നീലഗിരി കുന്നുകൾ. അതായത് ഊട്ടിയുടെ ആ ഭാഗമാണത്. അതായത് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. ദൂരെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഗ്രാമങ്ങൾ കോയമ്പത്തൂർ ജില്ലയുടെ ഒരു ഭാഗമാണ്. അതായത് തമിഴ്നാടിൻ്റെ ഒരു ഭാഗമാണ് ആ കാണാൻ പറ്റുന്നത് നമുക്ക്. അതേപോലെ ഈ വലതുവശത്തെ കാഴ്ച ചേമ്പുക്കര എന്ന് പറയുന്ന ഗ്രാമവുമാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രധാനമായ വരുമാന മാർഗ്ഗമാണ് ഈ ചൂല് വിൽക്കുക എന്നുള്ളത്. ഇവിടെ ഒരുപാട് ചൂലുകൾ ഉണക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും, ചൂലിനുള്ള പുല്ലുകൾ. ഇവിടെ ഒരു ഗുഹ പോലെ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. നല്ല കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഴ നനയാത്ത മാതിരിയുള്ള ഒരു ഗുഹയാണ്. ഇതിൻ്റെ ഉള്ളിൽ അടുപ്പ് കൂട്ടിയതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. ആരോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ അടുപ്പും വിറകും എല്ലാം കൂട്ടിയ ഒരു ലക്ഷണം ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് അവർ ഉപയോഗിച്ചിരുന്ന അടുപ്പ്. അതേപോലെ മഴയും കൊള്ളില്ല, വെയിലും കൊള്ളില്ല, ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ ഗുഹ ഇരിക്കുന്നത്.
ഏകദേശം ഇനി ഒരു അരമണിക്കൂർ 3/4 കൊണ്ട് എത്തുന്നതാണ് മൂപ്പ പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. തീരെ വയ്യ, എന്നാലും നടക്കാം. ഈ ഒരു ഭാഗത്ത് നല്ലൊരു പച്ചപ്പാണ്. കാരണം ഇടതുവശത്ത് ഫുള്ള് നിഗൂഢമായ വനമാണ്. അതായത് ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള നിഗൂഢമായ വനമാണ് നമ്മുടെ ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഭീമൻ പാറയുടെ അപ്പുറത്താണ് നമ്മുടെ അമ്പലം. നമുക്ക് ഈ പാറ തന്നെ ഒരു അത്ഭുതമാണ്. പക്ഷേ ഈ ഭാഗത്തെ വ്യൂ ഒന്ന് നിങ്ങൾ നോക്ക്. ആ സൈഡ് നീലഗിരി, ഒരു സൈഡ് കോയമ്പത്തൂർ, പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷം, ഈ കാറ്റ് എല്ലാം കൂടി നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ ഒന്ന് വരണം. കാരണം ഈ പ്രകൃതിയും ഈ കാറ്റും ഇതൊരു പ്രത്യേകതരമായിട്ടൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഏകദേശം 200 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള വേലുകളും കുന്തങ്ങളും, അതായത് വേലുകൾ, കുന്തങ്ങൾ, ഗദകൾ, അതേപോലെ ഗുഹകൾ, ഇതെല്ലാം ചേർന്ന ഒരു ഭാഗമാണ്. അതായത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അമ്പലം എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇതിലുള്ള വേലുകളുടെയും മറ്റും ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഏകദേശം 200 വർഷത്തിന് മേലെ പഴക്കമുള്ള ഗദകളും വേലുകളൊക്കെയാണിത്. ഇതാണ് നമ്മുടെ പുറമേ നിന്നുള്ള ഈ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ. എന്താണെന്ന് വെച്ചാൽ ചുറ്റും ത്രിശൂലവും വേലും കുത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഈ ചെങ്കുത്തായ പാറയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു അമ്പലമുള്ളതായിട്ട് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ഈ ഗോത്രവർഗ്ഗക്കാർ അവരുടേതായ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി ആയിരിക്കാം. മൂപ്പമെല്ലാം പൂജയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ ഒരു ആചാരമാണ് ഈ പാറയുടെ ഇടയിലൂടെ നൂഴ്ന്നു പോകുക എന്നുള്ളത്. അതായത് കാലങ്ങളായിട്ട് ഇവർ പരിശീലിച്ചു വന്ന ഒരു ആചാരമാണിത്. ഈ പാതയുടെ ഇടയിലൂടെ, ഈ പാറയുടെ ഇടയിലൂടെ നൂഴ്ന്ന് അപ്പുറത്ത് കിടക്കണം. ഇനി നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറിയ വഴി കൂടി അല്ലാത്ര വേറെ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. നമുക്ക് എന്തായാലും ആ വഴിയും കൂടി ഒന്ന് പോയി നോക്കാം. ഈ വഴി കൂടെയാണ് നമുക്കിനി തിരിച്ചു പോകേണ്ടത്. ഈ മലയുടെ ആ താഴെ നമ്മൾ ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മലയുടെ അടിവാരത്താണ് നമുക്ക് എത്തേണ്ടത്. നമുക്ക് മെല്ലെ നടന്ന് പോവാം. കുത്തനെയുള്ള ഈ പാറക്കെട്ടിലൂടെയാണ് നമ്മളിനി താഴേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോഴത്തെ ഒരു മനുഷ്യൻ മുമ്പ് നമ്മൾ കണ്ട ആ പുല്ലുകളുമായിട്ട് തലച്ചുമടേണ്ടി വരുന്നു. അതേപോലെ ഈ കാണുന്ന പാറകൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് നമ്മുടെ മൂപ്പൻ നമ്മളോട് പറയുന്നത്. നമുക്ക് എന്തായാലും ആ പാറകളുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാം.
ഇത് ശാപം കിട്ടിയ പാറകളാണെന്നാണ് മൂപ്പൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇത് ദൈവം വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കാതെ ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ശപിച്ച് പാറകളാക്കി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. എനിക്ക് കൂടുതൽ അറിയില്ല, ഇത് ഇവിടുത്തെ ഒരു മിത്താണ്.